നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15. അങ്ങനെ വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ തിരുത്തിക്കൊണ്ട് അടുത്തതായി പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഹോർമോസിലൂടെയുള്ള സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് 20% ടോൾ താങ്കൾ പിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുന്നേ തന്റെ പ്രഖ്യാപനത്തെ പരിപൂർണമായിട്ടും പിൻവലിച്ചുകൊണ്ട് ആകെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കേഡ് മാത്രമേ ഹോർമോസുമായിട്ട് അമേരിക്ക നടത്തുകയുള്ളെന്നും ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് സുഗമമായിട്ട് ഹോർമോസിലൂടെ കടന്നു പോകാമെന്നുള്ള പുതിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. എങ്കിലും തുടർച്ചയായി ഇന്നലെ 4ാമത്തെ ദിനത്തിലും യുഎസും ഇറാനും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയും ചെയ്തു. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ICIC ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ICIC പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഗ്രോ, Angel One, MV Photovoltaic Power, Fed Bank Financial Services, GTPL Hathway, HDB Financial Services, Jana Small Finance Bank, Sai Silks, Mangalore Refinery and Petrochemicals, Network 18 Media and Investments, Steel Strips Wheels തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് ഒന്നെങ്കിൽ ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവലും അതല്ലെങ്കിൽ അപ്പർ സൈഡിലേക്ക് 24,300 എന്ന ലെവലും അതിശക്തമായി മറികടന്നെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ദിശയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതല്ലാത്തിടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. എങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്നലെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്നും സൈക്കോളജിക്കൽ മാത്രമല്ല ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൂടിയാണ്. എങ്കിലും 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ജൂൺ മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഡാറ്റയുടെ റിസൾട്ട് ഇന്നലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെങ്കിലും വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. കെമിക്കൽസിന്റെയും ബേസിക് മെറ്റൽസിന്റെയും ഓയിൽസിന്റെയും മിനറൽസിന്റെയും ഫുഡ് ആർട്ടിക്കിൾസിന്റെയൊക്കെ വിലയിലുണ്ടായ ശക്തമായ വർധനവിനെ തുടർന്ന് മെയ് മാസത്തിലെ 9.68% നിന്നും ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 9.87% ഇയർ ഓൺ ഇയർ ബേസിസിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ജൂൺ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള സെയിൽസ് ഡാറ്റയുടെയും റിലീസുകൾ നടക്കാനിരിക്കുന്നു. ഇന്നലെ യുഎസിൽ നിന്നും ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. അപ്രത്യക്ഷമായി തന്നെ മെയ് മാസത്തെ 4.2% നിന്നും 3.8% എന്ന ഫോർകാസ്റ്റിൽ നിന്നും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3.5% യുഎസിലെ ജൂൺ മാസത്തിലെ ഇൻഫ്ലേഷൻ ഡാറ്റ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇന്ന് യുഎസിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി ഇന്ത്യൻ സമയം ജൂൺ മാസത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും ഇന്ന് നിലനിൽക്കുന്നതുമില്ല. ഇന്നലെ വെളുപ്പിനോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20% ടോൾ ഫീയുടെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടാക്കിയ ശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ടും മറ്റുള്ള കാരണങ്ങൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ടതുമൂലവും ഇന്ത്യൻ മാർക്കറ്റിന് 3 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ നേട്ടത്തിനു ശേഷം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗും പിന്നീട് തുടർന്ന വീക്ക്നെസിന്റെ ഫലമായിട്ട് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 739.69 കോടി രൂപയ്ക്ക് ഇന്നലെയും സെല്ലിംഗ് തുടർന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,927.71 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് തുടരുകയും ചെയ്തത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള 20% ടോൾ ഫീയിൽ നിന്ന് വന്ന പിന്മാറ്റം മൂലവും കൂടാതെ ഇന്നലെ യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട
ജൂൺ മാസത്തിലെ ഇൻഫ്ലേഷൻ ഡാറ്റ സർപ്രൈസ് ആയിട്ട് തന്നെ താഴ്ന്ന നിലയിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് മാർക്കറ്റിൽ ഉടലെടുത്ത പോസിറ്റിവിറ്റിയും പല ബാങ്കിംഗ് സ്റ്റോക്കുകൾക്കും ഇന്നലെ Q2 റിസൾട്ടിൽ ശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ടും US മാർക്കറ്റിൽ ഇന്നലെ S&P 500-ന് 0.38%, നാസ്ഡാക്കിന് 0.90% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി യൂറോപ്യൻ മാർക്കറ്റ്സിലും 3 മാർക്കറ്റുകൾക്കും ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചതും. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 6.25%-ലേറെ നേട്ടത്തോടുകൂടിയിട്ടുമാണ് ട്രേഡിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനങ്ങളെ തുടർന്ന് നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ഇന്ന് രാവിലത്തോടുകൂടി വീണ്ടും ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $86.36 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $80.53 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിലും നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. $455.79 പെർ ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡിന്റെ വില എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ സെക്കൻഡ് വീക്കിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. ഇന്നത്തോടുകൂടി അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ പുതിയ വീക്കിലി കോൺട്രാക്ട്സിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എങ്കിലും PCR 0.86 എന്ന നിലയിലും മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. മിനിങ്ങാന്ന് വീണ്ടും നിഫ്റ്റിക്ക് അതിന്റെ 200-day EMA ഒഴികെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായെങ്കിലും ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് 10-dayയുടെയും 100-day EMAയിലുള്ള ഗ്രിപ്പുകളും നഷ്ടപ്പെട്ടു. എങ്കിലും 20-50-day EMAകളുടെ മുകളിലായിട്ട് നിലനിൽക്കുവാനുമായി RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 51.67 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,100 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഒരുപക്ഷെ ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹീറോ മോട്ടോർ കോർപ്പ് അസോസിയേറ്റ് കമ്പനിയായ ഏത എനർജിയിൽ 1,000 കോടി രൂപ വരെ അധിക നിക്ഷേപം നടത്തുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ബെൽ റൈസ് ഇൻഡസ്ട്രീസ് ഓഹരി 1-ന് 230 രൂപ 79 പൈസ എന്ന ഫ്ലോർ പ്രൈസിൽ ഇന്നലെ ജൂലൈ 14 മുതൽ കമ്പനി തങ്ങളുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. കിർലോസ്കർ ബ്രദേഴ്സ് കമ്പനിയുടെ ഉപസ്ഥാപനമായ UK-യിലെ SPP പംപ്സ് ലിമിറ്റഡിന് 149.59 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് സംസ്ഥാനത്തെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ജാർഖണ്ഡ് സർക്കാർ ടൂറിസം വകുപ്പുമായിട്ട് ഒരു തന്ത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ജെയിൻ റിസോഴ്സസ് റീസൈക്ലിംഗ് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലുള്ള കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റില് ഇന്നലെ ജൂലൈ 14-ന് ഫർണസ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തില് ഒരു തൊഴിലാളി മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. L&T ടെക്നോളജി സർവീസസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 13%, റവന്യൂവില് 11% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ LXI പ്രോഫിറ്റില് 18.2%, റവന്യൂവില് 14% വർധനവ് രേഖപ്പെടുത്തി. ആനന്ദ് രതി പ്രോഫിറ്റില് 2.3%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 47.6% വർധനവ് രേഖപ്പെടുത്തി. ജിന്ദാൽ സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് 75% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും റവന്യൂവില് 9% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.